അപ്പോൾ ജസ്റ്റ് ഞാനതൊന്ന് കഴിച്ച് കാണിച്ചു തരാം. എനിക്ക് PCOD ഒന്നും ഇല്ല കേട്ടോ, എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കഴിക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ഉണ്ടാവും ചിലർക്ക്. ജസ്റ്റ് ഒന്ന് കഴിച്ച് കാണിച്ചു തരാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാനായിട്ട് പോണത് ചെമ്പരത്തി സിറപ്പാണ് കേട്ടോ. അതായത് നമ്മൾ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് PCOD. ഇപ്പം മിക്ക ആളുകളിലും കാണുന്ന ഒരു പ്രശ്നമാണ്, ചെറിയ കുട്ടികളിൽ വരെ കാണുന്ന ഒരു പ്രശ്നമാണ് PCOD, ഓവറി സിസ്റ്റ്, അതുപോലെ യൂട്രസിൽ വരുന്ന ഫൈബ്രോയിഡ്. നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് കൊടുക്കുന്ന സിറപ്പാണ് കേട്ടോ ചെമ്പരത്തി സിറപ്പ്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന, അതായത് വീട്ടിൽ നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഈ ചെമ്പരത്തി സിറപ്പ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് ഇതിലൊരു 60 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തിയാണ് കേട്ടോ. അതായത് അഞ്ചുകൽ ചെമ്പരത്തിയാണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യുന്നത്. ഇത് ബ്ലഡിന്റെ കുറവ് പരിഹരിക്കാനും അതുപോലെ ഓവറി സിസ്റ്റ്, നമ്മളെ യൂട്രസ് ക്ലിയർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിറപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 60 ചെമ്പരത്തി എടുത്തു. അതിൽ ഈ ഞെട്ടൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മിക്സിയിലാണ് അരച്ചെടുക്കുന്നത്. അരച്ചതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചെറുതേൻ, അതായത് ഒറിജിനൽ ചെറുതേനൊക്കെ ചേർക്കുന്നത് കേട്ടോ. ഒറിജിനൽ ചെറുതേൻ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങളൂടെ അത് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്ത് തരട്ടെ. ഇതിൽ ആഡ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ. ഇത് കുറച്ച് കുറച്ചായിട്ട് ഇതിലേക്ക് ചേർത്തിട്ട് അരച്ചെടുക്കണേ. നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെമ്പരത്തി ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരിക കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ മരുന്നുകൾ ചേർക്കുന്നത്. അതായത് മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കെമിക്കൽ അല്ല, അതുപോലെ സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്ന സാധനങ്ങളും അല്ല കേട്ടോ. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് ഉണക്കി പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു 8ഓളം മരുന്നുകൾ നമ്മൾ ഉണക്കി പൊടിച്ചതാണ്. അപ്പോൾ ഇനി ഇത് കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു താത്തയുണ്ട്. അവർക്ക് PCOD കാരണം ഒരുപാട് നാളായിട്ട് ബുദ്ധിമുട്ടാണ്. ഒരുപാട് മരുന്നുകൾ പരീക്ഷിച്ചു, പക്ഷെ ഒന്നും വിജയം കണ്ടെത്താനായില്ല. അപ്പോൾ നമ്മളോട് പറഞ്ഞു ഇങ്ങനെ PCODൻ്റെ പ്രശ്നമുണ്ട്, പീരിയഡ്സ് കറക്റ്റ് അല്ല, ഓവർ ബ്ലീഡിങ്, ഒരു 3-4 മാസം കഴിയുമ്പോഴാണ് പീരിയഡ്സ് ആവുന്നത്. അത് കാരണം തന്നെ ഓവറായിട്ട് തടി വെക്കുക, ഊരവേദന, കാലുവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പിന്നെ പീരിയഡ്സ് ആവുന്ന സമയത്ത് ഓവർ ബ്ലീഡിങ്. അപ്പോൾ അതൊക്കെ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു ഇങ്ങനെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ അവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇത് PCODക്ക് മാത്രമല്ല, ഇപ്പോൾ ചെറിയ കുട്ടികളിൽ കാണുന്ന ബ്ലഡിൻ്റെ കുറവുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഒരു 10-12 വയസ്സായ കുട്ടികൾക്ക് ബ്ലഡ് ഇല്ലാണ്ടാവുക, പിന്നെ ബ്ലഡ് ഇല്ലാണ്ട് തലകറക്കം, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കും ഇത് കഴിക്കാം. പക്ഷേ ഈ മരുന്നല്ല അതിൽ ചേർക്കുക. ബ്ലഡ് ഉണ്ടാവാനായിട്ട് നമ്മൾ ഉണക്കമുന്തിരി ഒക്കെ അല്ലേ, കറുത്ത ഉണക്കമുന്തിരി, അതൊക്കെ കൂടെയാണ് ഇതിൽ ഉണക്കി പൊടിച്ച് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ മരുന്നിന് ചെറിയൊരു മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ ചെറിയ കുട്ടികൾക്കും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മളിത് ചേർത്തിട്ടുണ്ട്. ഇത് കട്ട കെട്ടാണ്ട് ഇങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് കസ്റ്റമർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് നിങ്ങളിതിൽ ബീട്രൂട്ട് ചേർക്കുന്നുണ്ടോയെന്നൊക്കെ. നമ്മൾ ബീട്രൂട്ട് ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ചെമ്പരത്തിയാണ്. അതാണ് ഈ റെഡ് കളർ കേട്ടോ, റെഡ് കളർ വരുന്നത്. അപ്പോൾ ചില കസ്റ്റമറിൻ്റെ വിചാരം ഈ റെഡ് കളർ കാണുന്നതുകൊണ്ട് ബീട്രൂട്ട് ആണോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. അപ്പോൾ അവർക്കും കൂടി ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി നമ്മൾ ചേർക്കുന്നത് ഒറിജിനൽ ചെറുതേനാണ് കേട്ടോ. ഇത് വയനാടുള്ള ഒരേട്ടനാണ് നമ്മൾക്കിത് എത്തിച്ചു തരുന്നത്. അതായത് കാടുകളിൽ പോയിട്ട് ശേഖരിക്കുന്നതാണ്. അതായത് വീട്ടിൽ വളർത്തുന്ന തേനല്ല, കാടുകളിൽ പോയിട്ട് ശേഖരിക്കുന്ന ചെറുതേനാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതും കൂടെ അതിലേക്ക് ചേർക്കണം.
അപ്പോൾ ഒരുപാട് കസ്റ്റമറുടെ ഡൗട്ടാണ് നമ്മളിതിൽ പഞ്ചസാര ചേർക്കുന്നുണ്ടോ എന്നുള്ളത്. കാരണം അത് ചെറിയൊരു മധുരം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരുപാട് കസ്റ്റമർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇതിൽ പഞ്ചസാര നിങ്ങൾ ചേർക്കുന്നുണ്ടോ, ഷുഗർ രോഗികൾക്ക് കഴിക്കാൻ പറ്റുമെന്ന്. ഇതിൽ പഞ്ചസാര നമ്മൾ ആഡ് ചെയ്യുന്നതേ ഇല്ല, നമ്മൾ ചേർക്കുന്നത് ചെറുതേനാണ്. അപ്പോൾ ഷുഗർ രോഗികൾക്കും ധൈര്യമായിട്ട് ഇത് കഴിക്കാൻ പറ്റും കേട്ടോ. പിന്നെ ജെൻസിന് ഇത് ഉപയോഗിക്കാൻ പറ്റില്ല, ലേഡീസിന് മാത്രമാണ് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് നമ്മൾ കഴിക്കേണ്ട രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണത്തിന് ശേഷം, അതായത് രാവിലെ ഭക്ഷണത്തിന് ശേഷം ഒരു സ്പൂണ് കഴിക്കാം, അതുപോലെ രാത്രി ഭക്ഷണത്തിന് ശേഷം ഒരു സ്പൂണ് കഴിക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അരിച്ചെടുത്ത് നമ്മൾ ഇനി ഇത് ബോട്ടിലേക്ക് ആക്കാൻ പോവുകയാണ്. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിൽ പ്രിസർവേറ്റീവ് ആഡ് ചെയ്യുന്നില്ല. പ്രിസർവേറ്റീവ് ആഡ് ചെയ്യാത്തത് കാരണം തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യണം കേട്ടോ. പുറത്ത് വെച്ചിട്ട് ഒരാഴ്ച വരെയൊക്കെ കേടുകൂടാണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. PCOD, ഓവറിസിസ്റ്റ്, അതുപോലെ യൂട്രസിൽ ഫൈബ്രോയിഡ് അങ്ങനത്തെ പ്രശ്നങ്ങൾ കാരണം ബുദ്ധിമുട്ടുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറെ കാണിക്കാൻ പോവുകയാണെങ്കിൽ അവർ പറയുക ഓവറി എടുത്ത് കളയുക, അതുപോലെ യൂട്രസ് എടുത്ത് കളയുക, അങ്ങനത്തെ ഓപ്ഷനുകളാണ് അവർ പറയുക. അപ്പോൾ കഴിയുന്നതും നമ്മൾ അതിലൊന്നും ചെന്ന് പെടാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസ് നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട്. കാരണം ഒരു 3 വർഷം മുൻപേ ഓവറി എടുത്ത് കളഞ്ഞപ്പോൾ നെക്സ്റ്റ് ഓവറിയിലും ഇതുപോലെ കുമിളകൾ വന്നു, ഇപ്പോൾ കുടലിലേക്ക് വരെ ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേഷ്യൻറ്റ് നമ്മളെ കയ്യിലുണ്ട്. അവരുടെ സ്കാനിങ് റിപ്പോർട്ട്, ആ സ്റ്റേജിലുള്ള സ്കാനിങ് റിപ്പോർട്ട് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ ഇപ്പോൾ അവർ 4 ബോട്ടിൽ ചെമ്പരത്തി സിറപ്പ് കഴിച്ചു. ഇനിയിപ്പോൾ അത് കഴിഞ്ഞാൽ 4ാമത്തെ ബോട്ടിൽ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ സ്കാനിങ് കൂടെ കിട്ടിയിട്ട് നമ്മൾ റിവ്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുന്ന രോഗികളുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതുവരേക്കും നന്ദി.